ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയും ലക്ഷ്മിയും കൂടി ചേർന്ന് ഗൗതം കൊണ്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഏതായാലും നിൻ്റെയും പിങ്കിയുടെയും കല്യാണം നടത്തണം. ആ ഒരു സംസാരം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം പറയുക, അമ്മായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ അതിനെക്കുറിച്ച്, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നത്? എനിക്കതിനോട് താല്പര്യമില്ല. ഏയ് ഗൗതം, ഇത് ഞങ്ങൾ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഞാൻ തീരുമാനിച്ചു, പിങ്കിയുടെയും നിന്റെയും വിവാഹം നടത്തിയിരിക്കും. ഇപ്പോൾ നിങ്ങൾ വെറും സാങ്കല്പിക ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറണം. എന്നിട്ട് പിങ്കിയെ നീ നിന്റെ സ്വന്തം ഭാര്യയായിട്ട് വാഴിക്കുക തന്നെ ചെയ്യണം. അമ്മായി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട ഗൗതം, ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട. ഇത്രയും നാള് നീ പറയുന്നതിനനുസരിച്ചൊക്കെ ഞങ്ങൾ തുള്ളിച്ചാടി നടന്നു. പക്ഷേ ഇനി അത് നടക്കില്ല ഗൗതം. ഞങ്ങൾ പറയുന്ന രീതിയിൽ നീ നടന്നാൽ മതി. അപ്പോൾ ലക്ഷ്മിയും പറയാണ്, മോനെ ഗൗതം, ഞങ്ങൾ പറയുന്നൊന്ന് അനുസരിക്കുക. പിങ്കി എന്ത് പാവമാണെന്ന് നോക്കിക്കണ്ടേ. ദേ എത്രയോ കഷ്ടപ്പെട്ട് അവൾ ജീവിക്കുകയാണ് ഇവിടെ. അവൾ ഈ വീട്ടിലേക്ക് വലത് കാലെടുത്ത് വെച്ച ആ നാൾ മുതൽ അവൾക്ക് എപ്പോഴും അവഗണനയും അതേപോലെ തന്നെ ദുരന്തവും ദുഃഖവും ഒക്കെയാണ്. കരഞ്ഞു കരഞ്ഞു തീർത്തു. നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതല്ലേ പിങ്കി. പക്ഷേ നിന്നെ അവൾക്ക് കിട്ടിയില്ല. അതവളുടെ വിധി. അങ്ങനെ അർജുനെ കല്യാണം കഴിച്ചു. ദേ എല്ലാം മറന്ന് അർജുനെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോഴും അവളുടെ ജീവിതത്തിൽ ആ വലിയ ദുരന്തം വന്നെത്തിയില്ലായിരുന്നോ? ഇപ്പോൾ ദേ നന്ദ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് നല്ലൊരു ജീവിതമായിട്ട് വന്നത് അതാരാ? പിങ്കി തന്നെയല്ലേ? ആ നന്ദ എന്ന് പറഞ്ഞവള് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ആ കുഞ്ഞിനെ നമുക്ക് കിട്ടിയോ മോനെ? ഇല്ല. ആ കുഞ്ഞിനെ തന്നത് ആരാണ്? പിങ്കി. അവൾ അത്രയ്ക്കും ത്യാഗങ്ങളല്ല ചെയ്തു കൂട്ടുന്നത്. പക്ഷേ അതുപോലും നീ ചിന്തിക്കാതെ, പിങ്കിയുടെ വേദനകൾ മനസ്സിലാക്കാതെ ഇനി കഴിയാനായിട്ട് പറ്റില്ല. ആ കുട്ടി ഈ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. ഇനിയും അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ നമ്മളോട് ക്ഷമിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതങ്ങോട്ട് നടത്താനായിട്ട് തീരുമാനിച്ചു എന്നും പറയാണ്. വല്യമ്മയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാവാത്തത് കൊണ്ടാ. എന്തും മനസ്സിലാവാനായിട്ട്? ഒന്നും മനസ്സിലാവണ്ട. ഇത് അങ്ങനെ നടക്കില്ല അത്ര പെടുന്നൊന്നും. എന്താ നടന്നാൽ ഇതിന് കുറച്ച് റൂൾസും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് റൂൾസൊക്കെയാണ്? നീ എന്താ ഗൗതം ഈ പറഞ്ഞു കൂട്ടുന്നത്? ഇനിയും ഓരോരോ ഒഴിവ് കഴിവുകളെല്ലാം പറഞ്ഞ് നീ മാറി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും. ഇനി നീ പിന്നോട്ട് പോകേണ്ട യാതൊരു പ്രശ്നമില്ല. അതല്ല അമ്മായി, ഇപ്പോഴും നിയമപരമായിട്ട് എൻ്റെ ഭാര്യ നന്ദ തന്നെയാണ്. ദേ അവളുമായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഡിവോഴ്സ് കഴിയാതെ ഞാൻ പിങ്കിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് വിരുദ്ധമാണ്. വലിയ കേസ് തന്നെയായി മാറും. അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. നന്ദ, ദേ എല്ലാ ഉടവാളെടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. പിന്നെ പിങ്കി ഇവിടെ നിന്ന് ഔട്ടായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ? അതെ അമ്മായി, അങ്ങനെ തന്നെയാ. ഏതായാലും ഇനിയിപ്പോൾ നന്ദയും ഞാനുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണമെങ്കിൽ ദേ ഒരുപാട് ഘട്ടങ്ങളെല്ലാം കടക്കാനുണ്ട്. അതിനുശേഷമേ എനിക്ക് പിങ്കി എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒന്നും പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയും അതേപോലെ തന്നെ അരുന്ധതിയും കൂടി സംസാരിക്കുകയാണ്. നന്ദ യാതൊരു കാരണവശാലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അവൾ നശിച്ചവളാ. അവൾ ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് കുത്തിപ്പോകരുത്. നിന്റെ ജീവിതത്തിൽ ഇത്രയും ദുരന്തങ്ങൾ വരാനുള്ള കാരണം അവൾ തന്നെയാ. ശരി, കല്യാണം എന്നാൽ പതിയെ നടന്നാൽ മതി. പക്ഷേ മറ്റന്നാളത്തെ വിശേഷം എന്താണെന്ന് നിനക്കറിയാവോ? ഇത് കേട്ടാൽ നമ്മുടെ ഗൗതം ഒന്ന് നോക്കി നിൽക്കുകയാണ്. ഓ, അപ്പം അത് ആ വിശേഷം പോലും നിനക്ക് ഓർമ്മയില്ലല്ലേ? ഇനി ഞങ്ങൾ പറഞ്ഞുതരാം. ദേ നിയമപരമായി അല്ലാതെ നിൻ്റെയും അതേപോലെ തന്നെ പിങ്കിയുടെയും ഒരു സാങ്കല്പിക വിവാഹ വാർഷികമാണ് മറ്റന്നാൾ. അതായത് നമ്മുടെ നന്ദുമോനെ ദത്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാങ്കല്പികമായിട്ട് കല്യാണം കഴിക്കേണ്ടി വന്ന ആ ദിവസമാണ് മറ്റന്നാൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഒന്ന് അന്തിച്ച് നോക്കി നിൽക്കുക. ഇതുകൊണ്ട് നിങ്ങളുടെ വിവാഹ വാർഷികം അടിപൊളിയായിട്ട് നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അമ്മായി അത് വേണം. ഞങ്ങൾ ഏതായാലും അത് തീരുമാനിച്ചു. നിന്നെ വെറുതെ വിടാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി നന്ദയുടെ ജീവിതത്തിൽ നീ ഉണ്ടാകാൻ പാടില്ല, നിന്റെ ജീവിതത്തിൽ നന്ദയും ഉണ്ടാകാൻ പാടില്ല. അവളെ തക്കം കിട്ടിയ തക്കം നോക്കി ഈ വീട്ടിലേക്ക് കടന്നുകൂടാനായിട്ട് നോക്കും. നിന്റെ ഭാര്യ പദവി വീണ്ടും എടുക്കാനായിട്ട് നോക്കും. പക്ഷേ അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അവൾ കാണട്ടെ, അവളെയും പിടിക്കണം ഈ വിവാഹ വാർഷികത്തിന്. അവൾ കണ്ട് കൊതിക്കട്ടെ. ഇനി ഗൗതത്തെ നിന്നെ അവൾക്ക് കിട്ടില്ലെന്ന്
അവളെ ശരിക്കും തിരിച്ചറിയട്ടെ. ഇത് കേട്ട് നമ്മുടെ ഗൗതം നന്ദയെക്കുറിച്ച് ആലോചിക്കുക. കാരണം നിർമ്മല നന്ദയെ ചേർത്ത് പിടിച്ചതും അങ്ങനെ ആ വീടിൻ്റെ ഓണർ നിർമ്മലല്ലേ ഭർത്താവ് എന്ന് ചോദിച്ചതും അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം അവിടെ ഗൗതം ആലോചിക്കുക. ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ ഒന്നും പറയാത്തത്, എന്താന്ന് വെച്ചാൽ നീ പറ. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതം മനസ്സ് ചിന്തിക്കുകയാണ്. അവളെന്നെ ചതിച്ചല്ലേ, അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കണം. ഏതായാലും ഈ വിവാഹ വാർഷികത്തിന് സമ്മതം മൂളാം എന്ന് ഗൗതം ചിന്തിക്കുക. നീ എന്തൊന്നും പറയാത്തത്? ശരി, ഞാനിനി എന്ത് പറയാനാ? ഈ വിവാഹ വാർഷികം നടത്തണമെന്ന് നിങ്ങളുടെ ഒരു തീരുമാനമല്ലേ? അപ്പോൾ അതിലെ എതിരഭിപ്രായം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. ശരി, നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. മറ്റന്നാൾ നമുക്ക് ഈ വിവാഹ വാർഷികം നടത്താം, അടിപൊളിയായിട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരയേറെ സന്തോഷം തോന്നുകയാണ്. ഏതായാലും ഗൗതത്തിൻ്റെ മനസ്സ് മാറിയല്ലോ. നന്ദയില്ലേ, അവളെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അവളുടെ മനസ്സ് കിടന്ന് ഉരുകണം. നമ്മുടെ കുടുംബത്തോട് ചെയ്ത ചതികളെല്ലാം അവൾ ആലോചിക്കണം. ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. അപ്പം പിങ്കി നന്ദുമോനെ വിളിക്കുക. നന്ദൂട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അരുന്ധതി അമ്മായിയും ലക്ഷ്മി ഇവിടെ വരിക. എന്നിട്ട് പിങ്കിമോളെ, നീ ഇതെന്തായി കാണിക്കുന്നത്? എൻ്റെ പൊന്നമ്മായി, ഞാൻ നന്ദൂട്ടിനെ വിളിക്കാം. അവനിപ്പോൾ പാല് വേണമെന്ന്. ഓരോ ദിവസം കഴിയുന്നവരെ അവന് ഓരോ ടേസ്റ്റുകളെല്ലാം മാറി മാറി വരിക. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അത് ശരിയാ. നന്ദുമോൻ ദേമാഹിയുടെ റൂമിലുണ്ടാവുന്നേ. വല്ല കുതിരയോ ആനയോ കളിക്കണേയായിരിക്കും. അവൻ അവിടെ കിടന്ന് കളിക്കട്ടെ. അതെ, മോളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. മറ്റന്നാളത്തെ വിശേഷം അറിയാമല്ലോ അല്ലേ? ഇത് കേട്ട പിങ്കി ഒന്നും മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. ആ ഒരു കാര്യം പിങ്കി മറക്കില്ലല്ലോ. ആ ഒരു വിശേഷം പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടേതേ നിൻ്റെയും ഗതത്തിൻ്റെയും വിവാഹ വാർഷികം, അത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കണം. ഇത് കേട്ട പിങ്കി ഒന്നും മിണ്ടുന്നില്ല. എന്താ, നിനക്ക് ഡൗട്ടുണ്ടോ? നീ ഇപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഗൗതം ഇതിന് സമ്മതിക്കോ എന്ന് അല്ലേ? ഇപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് വരിക. ഗൗതം അതിന് സമ്മതിച്ചു. നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ വാർഷികം നടത്താനായിട്ട് ഗൗതത്തിന് പൂർണ്ണ സമ്മതമാണ് പിങ്കി. അപ്പോൾ സത്യമാണോ അമ്മായി? അമ്മായി പറഞ്ഞ സത്യം തന്നെയാണ്. സത്യം തന്നെയാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നന്ദയും കൂടി ഈ വിവാഹ വാർഷികത്തിന് ക്ഷണിക്കണം. അമ്മായി, അതെന്തിനാ? അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? നന്ദയെ എന്തിനാ ക്ഷണിക്കുന്നത്? വേണം, അവള് കാണണം. നിന്നെയും ഗൗതത്തിൻ്റെയും വിവാഹ വാർഷികം അവൾ കണ്ണെറിയെ കാണണം. എന്നിട്ട് അവളുടെ മനസ്സ് കിടന്ന് പെടയ്ക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നന്ദ വിവാഹ വാർഷികത്തിന് വിളിച്ച വരുമെന്ന്. പക്ഷേ അവള് വന്നെ ഇവിടെ. അവളെ വിളിക്കേണ്ട കടമ അത് നിന്റെ തന്നെയാണ് പിങ്കി. അയ്യോ, ഞാൻ എങ്ങനെയാ അമ്മായി വിളിക്കുന്നത്? ഞാൻ വിളിച്ചാലൊന്നും നന്ദ വരാൻ പോകുന്നില്ല. നന്ദ അത് കേൾക്കണം. അതെല്ലാം നിന്റെ മിടുക്കാണ് പിങ്കി. നീ നന്ദയെ വിളിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം നീ ചിന്തിച്ചോ. ഇപ്പം നന്ദയെ വിളിച്ചില്ലെങ്കിൽ നിനക്ക് ഗൗതത്തെ എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലല്ലോ. ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നന്ദ ഇറങ്ങിപ്പോണം. അവള് മനസ്സ് ചിന്തിക്കണം. ഗൗതം തനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടുവെന്ന് അവൾ ചിന്തിക്കണം. അതിനു വേണ്ടിയാണ് ഈ വിവാഹ വാർഷികം നടത്താനായിട്ട് ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചത്. എല്ലാം കരുതിക്കൂട്ടി തന്നെയാണ്. നന്ദയെ അതുകൊണ്ട് നീ ക്ഷണിക്കേ, അല്ലെങ്കിൽ നിന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലാകും. ഗൗതം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. നമുക്ക് പോകാൻ പാടില്ലെന്ന് പറയാനായിട്ട് പറ്റുമോ? നന്ദുമോൻ്റെ എല്ലാ ചികിത്സയും നടത്തുന്നത് അത് നന്ദയല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് ഗൗതത്തോട് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഗൗതത്തിൻ്റെ ലോല മനസ്സാ. അവൾ ഏതെങ്കിലും പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും പിങ്കി. അതൊരിക്കലും നടക്കരുത്. അതുകൊണ്ട് ഈ വിവാഹ വാർഷികത്തിന് അവൾ വന്ന് കണ്ട് എല്ലാം ബോധ്യപ്പെടണം. എന്നിട്ട് തകർന്ന മനസ്സോടുകൂടി തന്നെ വേണം ആളിവിടുന്ന് പടി ഇറങ്ങാനായിട്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇത് കേട്ട പിങ്കി, ഞാൻ ശ്രമിച്ച് നോക്കാം അമ്മായി. അവൾ വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. നീ ശ്രമിക്കും മോളെ. നടക്കും, ഉറപ്പായിട്ട് നടക്കും. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം കുളിച്ചുകൊണ്ട് വരിക. അപ്പോഴേക്കും ഗൗതത്തിൻ്റെ യൂണിഫോം കാണാനില്ല. ദൈവമേ, ഞാനിവിടെ വെച്ച് യൂണിഫോം കാണില്ലല്ലോ. പിങ്കി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പക്ഷെ പിങ്കിയും വരുന്നില്ല. അപ്പം അമ്മയോട് എന്നിട്ട്, അമ്മ എൻ്റെ യൂണിഫോം കാണാനില്ല അമ്മേ. ഞാൻ ആ ബെഡിൻ്റെ പുറത്തിട്ട് ഇരിക്കുകയായിരുന്നു. ആ യൂണിഫോം കാണുന്നില്ലല്ലോ. കാണുന്നില്ലെന്നോ? ഇതെന്താ ഒരു ചോദ്യമാണ്? നിൻ്റെ യൂണിഫോം കാണുന്നില്ലെന്നോ? അപ്പോൾ പിങ്കി വരിക. എന്താ ഗൗതം? പിങ്കി, നീ എൻ്റെ യൂണിഫോം വല്ല അലക്കാൻ എടുത്തായിരുന്നോ? ഇല്ലല്ലോ ഗൗതം. ഞാനങ്ങനെ എടുത്തൊന്നുമില്ല. അല്ല, എൻ്റെ യൂണിഫോം കാണില്ലെന്നേ. ഞാൻ എല്ലാം എടുത്തിട്ട് ആ ബെഡിൻ്റെ പുറത്ത് വെച്ചതാ.
പക്ഷേ ഇപ്പം അത് കാണില്ല. അപ്പോൾ നമ്മുടെ മോഹിനി വരികയാണ്. ആഹാ, നല്ല പോലീസ് ഓഫീസറാണല്ലോ, സ്വന്തം തൊപ്പി യൂണിഫോം നോക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടത്തെ പോലീസ് ഓഫീസറാടാ, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, സ്വന്തം യൂണിഫോം പോലും സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ദേ വരുന്ന നമ്മുടെ നന്ദൂട്ടൻ ടിഷ്യൂ എന്ന് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ നന്ദൂട്ടനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുക. കാരണം ഗൗതന് യൂണിഫോം ഇട്ടിട്ടാ നന്ദൂട്ടൻ വരുന്നത്. കയ്യിൽ ലാത്തിയുണ്ട്. വെടിവെക്കൂട്ടെ ഞാൻ, അറ്റൻഷൻ എന്നിങ്ങനെ പറയുക. ആഹാ, അമ്പടെ കള്ളാ, നീയാണല്ലേ യൂണിഫോം എടുത്തുകൊണ്ട് പോയത്, കള്ളനോ, വെടിവെക്ക് ഞാൻ. ദേ നന്ദൂട്ടനാണല്ലേ അച്ഛൻ്റെ യൂണിഫോം എടുത്തുകൊണ്ട് പോയത്? അതെ, അത് തന്നെയാ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ മോഹിനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ കൊച്ചിനെയൊക്കെ നിലക്ക് നിർത്തണ്ടേ ഗൗതം, നിന്റെ യൂണിഫോമിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, അതൊക്കെ അതെ സൂക്ഷിച്ച് വെക്കണ്ടേ, കൊച്ചിൻ്റെ കയ്യിൽ കളിക്കാൻ കൊടുക്കാൻ പറ്റിയൊരു സാധനം. തീടഞ്ഞപ്പോഴേക്കും ദേ അമ്മായി, പിള്ളേരെ പിള്ളേരുടേതായ രീതിയിൽ കാണണം, നല്ല രീതിയിൽ സെൻസിലെടുക്കണം. ഇത് അമ്മായിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാനേതോ പബ്ലിക്കിൽ യൂണിഫോം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ യൂണിഫോം ആരോ ഊരിക്കൊണ്ട് പോയതാണല്ലോ പോലെയാണല്ലോ അമ്മായി കിടന്ന് പറഞ്ഞു കൂട്ടുന്നത്. ഓ, ഞാൻ പറഞ്ഞതായോ ഇപ്പം തെറ്റ് എന്നൊക്കെയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു കാര്യം ചിന്തിക്കുക. നീ പറഞ്ഞല്ലേ ഇപ്പോൾ കുട്ടികളാണെന്ന്, കുട്ടികൾ ഒരു ദിവസം നിൻ്റെ റിവോൾവർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് വെടിവെച്ചാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരോ ഗൗതം? ഇത് കേട്ട ഗൗതം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ നന്ദൂട്ടൻ പറയുക, ദേ ഈ അമ്മായിയെ വെടിവെക്കണോ അല്ലേ? ഈ മുത്തശ്ശിക്കിട്ട് നല്ല വെടിവെക്കണം. ഇങ്ങനെ പോലുള്ളവരെയാണോ പപ്പ നമ്മൾ ജയിലിലടക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിടന്ന് ചിരിക്കുക. അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ, ഇനി മോന ഡാഡിയുടെ യൂണിഫോം എടുക്കാൻ പാടില്ലട്ടോ. ഇല്ല ഡാഡി, ഇനി ഞാൻ പപ്പയുടെ യൂണിഫോം എടുക്കില്ല, ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ മുത്തശ്ശിയെ ജയിലിലടക്കണം, ഈ മുത്തശ്ശിയുടെ പറച്ചിലൊന്നും ശരിയല്ല, അതുകൊണ്ടായി പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദുമോൻ്റെ നല്ല വർത്തമാനം മോഹിനി ഒന്നും അല്ലാത്ത രീതിയിലായിപ്പോയി അവിടെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിയാണ്. അപ്പോൾ ഗൗരി ലെഫ്റ്റ് റൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദ അങ്ങോട്ട് വരിക. ആഹാ, ഗൗരിമോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ഞാനേ എല്ലാവരെയും നിയമം പഠിപ്പിക്കാൻ പോവാ, എല്ലാവരെയും നല്ല മര്യാദ പഠിപ്പിക്കാൻ പോവാ. ആഹാ, അപ്പോൾ എന്താ ഞങ്ങൾക്കൊന്നും മര്യാദയില്ലേ? പോലീസുകാർക്ക് മാത്രമേ മര്യാദയുള്ളൂ? അയ്യടാ, ഞങ്ങൾ ഡോക്ടേഴ്സിനും നല്ല മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലാണ് കൊടുക്കേണ്ടതേ. എന്താ അമ്മേ, എന്നെക്കൊണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിക്ക്, ഞാനിപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ പപ്പ തന്നെയാണ് എൻ്റെ പപ്പയായിരുന്നെങ്കിലോ? ഇത് കേട്ട നന്ദ ഞെട്ടിപ്പോവാ. അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ, ഞാനും നന്ദുവും പിന്നെ പപ്പയും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ആ ദിവസം എന്ത് രസമായിരുന്നല്ലേ. അപ്പോൾ നന്ദുവിൻ്റെ അമ്മയോ ഗൗരിമോളെ? അയ്യോ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോൾ നന്ദുവിൻ്റെ അമ്മ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, മോള് പോയി പഠിക്കാനോ നോക്കിയേ. പഠിക്കാനോ? അതെ, കൂടുതലൊന്നും സംസാരിക്കണ്ട കേട്ടോ, പോയി പഠിക്കാനായിട്ട് നോക്ക്. അങ്ങനെ ഗൗരിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും ഗൗരിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നന്ദയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരിക. പിന്നീട് കാണിക്കുന്നത് പിങ്കി. അപ്പോൾ പിങ്കി ആണെങ്കിൽ അരുന്ധതി അമ്മായി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനി ഗൗതത്തിനെയും നന്ദയെയും അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഗൗതം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടാതിരിക്കാൻ അവളെ നീ വിളിക്കണം. കല്യാണ വാർഷികത്തിന് വിളിച്ചാൽ മാത്രമേ അവളെല്ലാം തിരിച്ചറിയുള്ളൂ. അപ്പോൾ ഏതായാലും പിങ്കിയുടെ മനസ്സിൽ ഒറ്റ ഉദ്ദേശമുള്ളല്ലോ, ഗൗതം എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക. അങ്ങനെ പിങ്കി നേരെ നന്ദയെ വിളിക്കുക. എന്താ പിങ്കി, എന്താ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ബിസിയാണോ നന്ദ? ഞാൻ ഫാമിലിയിലാണ്. ഇപ്പം എന്താ കാര്യം? എന്താണേലും പറഞ്ഞോളൂ. അത് പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടേ, ആ ഫംഗ്ഷനെ നന്ദയെയും ഗൗരിമോളെയും ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ഇവിടെ എല്ലാവർക്കും ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും വരണമെന്ന്. ആണോ? അല്ല, ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? എന്ത് ഫംഗ്ഷനാ? അത് പിന്നെ നന്ദ, എൻ്റെയും ഗൗതത്തിൻ്റെയും കല്യാണ വാർഷികമാണ് മറ്റന്നാൾ. ഇത് കേട്ട നന്ദ ആകെ തകർന്നു പോയി. നന്ദ അപ്പോൾ ഗൗതത്തിൻ്റെയും നന്ദയുടെയും കല്യാണ വാർഷികത്തെക്കുറിച്ച് മുഴുവനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗെയിൻ. ബൈ.